ഹലോ വെൽക്കം ടു എലിസാസ് ക്വിസിൻ. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റാണ് ചോല ഭട്ടൂര. അപ്പോൾ നമ്മളിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു പാത്രം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ എടുക്കണം. ഞാനിവിടെ ഒരു 3 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യം എത്രയും അതനുസരിച്ചിട്ട് നമുക്ക് മൈദ എടുക്കാം. അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു 3 സ്പൂൺ ഓളം ഗീ ഒഴിക്കണം. ഗീ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴാണ് ഈ ഭട്ടൂര നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത്. ഗീ ഒഴിച്ച് കൈകൊണ്ട് തന്നെ എല്ലാവിടെയും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ. അത് കഴിഞ്ഞ് നമുക്ക് തൈരാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു 4 സ്പൂൺ തൈര് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇവിടെ. നല്ല കട്ട തൈരാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്താൽ മതി. തൈര് ആദ്യം ഇട്ടിട്ട് നമുക്ക് എല്ലാവിടെയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് പൊടി നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കുറച്ച് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഗോതമ്പ് ആട്ട കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടി പോകരുത്. അപ്പോൾ നമുക്ക് ഭട്ടൂര പരത്താൻ ബുദ്ധിമുട്ടാകും. അതനുസരിച്ച് നിങ്ങൾ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നന്നായി സോഫ്റ്റായിട്ട് കുഴച്ച് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഭട്ടൂര അത്രയും സോഫ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ സോഡാപ്പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുറേ പേര് സോഡാപ്പൊടി യൂസ് ചെയ്യും, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും തൈര് യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കാൻ പോകും. ഹോട്ടൽ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുഴച്ച് നല്ല ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇത് കുഴക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് സോഫ്റ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കുറച്ച് എണ്ണ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതൊന്ന് കവർ ചെയ്ത് വെക്കുക. തുണി വെച്ചിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഉണങ്ങി പോകത്തില്ല. ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ ആ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇനി നമ്മുടെ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ചോലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചോല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ചോല കബൂലിച്ചന നമ്മുടെ വേവിച്ച് വെച്ചിട്ടുണ്ട് വിസിലടിച്ച്. പിന്നെ ഇവിടെ ഗരം മസാലയ്ക്ക് ഉള്ള സാധനങ്ങൾ ഇടുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 കറുകാപ്പട്ട അതെല്ലാം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് ഉള്ളിയിട്ടൊന്ന് സോട്ട് ചെയ്യുന്നു. ഉള്ളിയിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ മസാലകൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മഞ്ഞളിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ഒരു സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു 2 സ്പൂണോളം മല്ലിപ്പൊടി വേണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കരിയാണ്ട് നോക്കണം. നമ്മൾ തീ കുറച്ച് വെക്കണം. അത് കഴിഞ്ഞ് ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോഴാണ് നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. തക്കാളി നന്നായിട്ട് സ്മൂത്താവണം. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും. നന്നായിട്ട് ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ചപ്പോൾ നന്നായിട്ട് തക്കാളിയെല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോല ഒഴിക്കുന്നു. ഞാൻ ഈ ചോല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ ചോലയിൽ ഈ മസാല എല്ലാം പിടിക്കാൻ വേണ്ടി അടച്ച് വെച്ചിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് ഒരു സ്ലോ ഫ്ലെയിമിൽ അത് നന്നായി വേവിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 10 മിനിറ്റായി. നമ്മുടെ ചോല റെഡി ആവാറാവുമ്പോഴേക്കും നമ്മൾ ഒരു 1/2 സ്പൂൺ ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണം വരും. അത് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് ഗരം മസാല ഇട്ടിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. അപ്പോൾ നമ്മുടെ ചോല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭട്ടൂര ഉണ്ടാക്കാൻ റെഡിയാവാം. ഭട്ടൂര നമുക്കിങ്ങനെ പരത്തിയെടുക്കണം. എല്ലാവർക്കും അറിയുന്ന റൊട്ടി പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. പൊടി കുറച്ച് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല വലുപ്പത്തിലുണ്ടാക്കുക. കാരണം ഭട്ടൂര റൊട്ടിയൊക്കെ വലിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മുടെ റൊട്ടിപ്പലയുടെ അത്ര സൈസ് വേണം. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് വലുതാക്കി എടുക്കുക. കുറച്ചൊരു വലിയൊരു ബോൾ എടുക്കുക. അത് കഴിഞ്ഞ് ഇതിങ്ങനെ പരത്തി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളിത് കണ്ടു കാണും. ഇത്രയും റൊട്ടിപ്പലയുടെ അത്ര വലിയ സൈസ് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ 2 3 എണ്ണം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്താൽ പോയാൽ മതി. കാരണം തീ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഓരോന്ന് ഇടുന്നേക്കാൾ ഭേദം 2 3 എണ്ണം നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഈ എണ്ണ ചൂടാവുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് ഭട്ടൂര ഇടുക. ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളൊന്ന് അത് പ്രസ് ചെയ്ത് കൊടുക്കുക. മേളിലൊക്കെ നന്നായിട്ട് എണ്ണ വരണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇത് കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ കാണുന്ന അപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മേളിലും സൈഡ് അതിൻ്റെ എണ്ണ സ്പ്രെഡ് ആവണം. അത് കഴിഞ്ഞ് മറിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് വേവിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് റെസ്റ്റോറൻറ്റ് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്.
നല്ല സോഫ്റ്റും ആണേനും ഒട്ടും ഹാർഡാവില്ല. നമുക്ക് സോഡ ഇടാൻ തന്നെ നല്ല ഭട്ടൂര ഉണ്ടാക്കാം വീട്ടിൽ തന്നെ. ഇത് കഴിഞ്ഞ് നമ്മൾ ഭട്ടൂരയൊന്നും എടുത്ത് നമ്മളൊരു ടിഷ്യൂ വെച്ച് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ എണ്ണയെല്ലാം ടിഷ്യൂസ് എക്സ്ട്രാ എണ്ണയെല്ലാം ടിഷ്യൂ സോക്ക് ചെയ്തോളും. ഞാനിവിടെ ഒരു 2 എണ്ണം പരത്തിയായിരുന്നു. അത് രണ്ടും കൂടി നിങ്ങൾക്ക് ഇട്ട് കാണിക്കുന്നു. നിങ്ങൾ അതൊക്കെ ഇട്ടാൽ മതി. പിന്നെ എണ്ണ എപ്പോഴും നല്ല ചൂടുണ്ടാവണം. എണ്ണയുടെ തീ കുറച്ച് വെക്കരുത് ഒരിക്കലും. മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ വെക്കണം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കാണും. ഇത് രണ്ടും നന്നായിട്ട് മുരിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 2 ഭട്ടൂരയും. 2 എണ്ണമായിരുന്നു പരത്തിയത്. അത് കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ നിങ്ങൾ എത്ര ഉണ്ടാക്കി അത് നിങ്ങൾക്ക് പരത്തി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി യമ്മി ഭട്ടൂരയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണം. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു. അത് കണ്ടില്ലേ, നല്ല രസമാണ്, നല്ല സോഫ്റ്റാണ്. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. ചപ്പാത്തിയൊക്കെ കൂടുതൽ. അപ്പോൾ ഈ ചോല ഭട്ടൂര നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മളിത് ഇനി കഴിച്ച് നോക്കുമ്പോൾ ചോലയിൽ കുറച്ച് നമ്മൾ നാരങ്ങ പിഴിയുന്നുണ്ട്. ഇഷ്ടമുള്ളവർ പിഴിഞ്ഞാൽ മതി. നാരങ്ങയുടെ പുളി ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടാന്ന് വെക്കാം. ഇത് നല്ല ചൂടോടെ കഴിക്കണം. കുറേ തണുത്ത് പോകരുത്. ചെറിയൊരു ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് നമ്മുടെ ഭട്ടൂര. ഇതിനും വലിയ സൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ചോല ഭട്ടൂര റെഡി ആയിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യും. സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ്.